നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മൂർക്കനാട് ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഉണ്ടായ അക്രമത്തിൽ ഒരാൾ മരിച്ചു. 5ഓളം പേർക്ക് ഗുരുതര പരിക്ക്. വെളത്തൂർ മനക്കുടി സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ അക്ഷയാണ് മരിച്ചത്. മൂർക്കനാട് ആലുംപറമ്പിലാണ് സംഭവം. ശ്രീകുരുമ്പക്കാവിൽ മീനത്തിലെ തിരുവോണ നാളായ വ്യാഴാഴ്ച കോഴിക്കല്ല് മൂടിയതോടെ ഭരണി ഉത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. അവകാശികളായ ഭഗവതി വീട്ടിൽ നിന്നുള്ള പ്രതിനിധികളും വടക്കേ മലബാറിലെ തച്ചോളി തറവാടിനെ പ്രതിനിധാനം ചെയ്തെത്തുന്നവരും ചേർന്നാണ് കോഴിക്കല്ല് മൂടിയത്. ട്രെയിനിൽ നിന്ന് ചാലക്കുടി പുഴയിൽ വീണ് യുവാവ് മരിച്ചു. 32 വയസ്സുള്ള മധ്യപ്രദേശ് സ്വദേശി രാംകിഷൻ ഭാവേദിയാണ് മരിച്ചത്. ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. തൃശൂരിൽ 100% വിജയമുറപ്പിച്ചുവെന്ന് കെ മുരളീധരൻ. കരുവന്നൂർ വിഷയത്തിൽ ഇഡി സജീവമാകുന്നത് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇഡിയുടെ ലക്ഷ്യം മോദിക്ക് 1-2 പേരെ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അയക്കുക എന്നതാണ്. ഇത്തരം ഡീൽ കണ്ടു തന്നെയാണ് താൻ മത്സരത്തിന് ഇറങ്ങിയതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കൊടകര പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്ര നടത്തിപ്പിൽ നടന്ന അഴിമതി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിന് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളാണ് സർക്കുലർ ഇറക്കിയത്. പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത്. 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാലക്കുടിയിൽ നടന്നു. 2020 സംസ്ഥാന പ്രസിഡന്റ് സാബു എം ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലം കോർഡിനേറ്റർ സണ്ണി കോപുരൻ അധ്യക്ഷത വഹിച്ചു. പഴുക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷം ഏപ്രിൽ 26 മുതൽ മെയ് 6 വരെ നടക്കും. അതിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ദേവാലയ വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. പൂപ്പത്തി ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. സമാപന ദിവസം സ്വർഗാരോഹണം, കൽക്കി അവതാരം, കലികാല വർണ്ണന, മാർക്കണ്ഡേയ ചരിത്രം, ശ്രീകൃഷ്ണാവതാരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. പുല്ലുറ്റ് മഞ്ഞന മഹൽ ഹിദായത്ത് സുബിയാൻ മദ്രസ PTA നേതൃത്വത്തിൽ നടത്തിയ റംസാൻ റിലീഫ് മതസൗഹാർദ്ദ സംഗമ വേദിയായി. മുൻ മഹൽ ഖത്തീബ് ജനാബ് KM അബ്ദുള്ള ഹസനി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.